ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 720 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവചനം 29 അധ്യായം 12 തിരുവചനമാണ്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് വൈറ്റ് ഹൗസിൽ തന്നെ കാണുവാൻ വന്നിരുന്ന ആളുകളെ വലിയ താല്പര്യത്തോടെ എപ്പോഴും സ്വീകരിക്കുമായിരുന്നു. എന്നാൽ ആരും താൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതായ ഒരു തോന്നൽ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വീകരണ വേളയിൽ ഒരു പരീക്ഷണം നടത്തുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. നിരനിരയായി മുന്നോട്ട് വന്ന് തൻ്റെ കൈ പിടിച്ച് കുലുക്കിയ എല്ലാവരോടും അദ്ദേഹം പറഞ്ഞു, ഐ കിൽഡ് മൈ ഗ്രാൻഡ് മദർ ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മുത്തശ്ശിയെ കൊന്നു. അവരാരും ഇത് യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചുവോ എന്നറിയില്ല. അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, വാവ്, ജസ്റ്റ് കണ്ടിന്യൂ ദിസ് ഗുഡ് തിങ്, ഗോഡ് ബ്ലസ് യു. ഈ നല്ല പ്രവർത്തനം തുടരുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അയാളെ ആവശ്യമുള്ളവർക്ക് പോലും വേണ്ട വിധത്തിൽ അയാളെ ശ്രദ്ധിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും ഇങ്ങനെ പരാതിപ്പെടാറുണ്ട്, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടുമൊക്കെ ഇങ്ങനെ പറയുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. ആളുകളുടെ സംസാരത്തിന്റെയും പ്രതികരണത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ദൈവം നമ്മളെ കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? പ്രിയമുള്ളവരെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന്റെ കീഴിൽ കാത്തു പരിപാലിക്കുന്നത് പോലെ എത്ര മനോഹരമായിട്ടാണ് അനുദിനം ദൈവം നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. വചനം പറയുന്നത് എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ തന്നെ അന്വേഷിക്കുന്നവരുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുകയും അതിന് ഉത്തരമരുളുകയും ചെയ്യും എന്നാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.